ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഹാൻസ് ജോൺ ആണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഏറെക്കുറെ സമാനമാണ്, ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് സമാനമാണ് അംഗനവാടി ഈ തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ, ഫെഡറേഷന്റെയും ആവശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇവർ ഈ ആരോഗ്യ മന്ത്രിമാർക്ക് സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കത്തൊക്കെ നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി ഒരു റൗണ്ട് ചർച്ച നടത്തിയിരുന്നു, അതൊക്കെ പരാജയപ്പെട്ടു പോയി. ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയൊക്കെ പരാജയപ്പെട്ടു പോയി. ഇപ്പോൾ എന്താണ് അംഗനവാടി തൊഴിലാളികളുടെ ഒരു സ്റ്റാൻഡ്? ഒരു സമരമുഖം, വീണ്ടും സംസ്ഥാനത്തൊരു സമരമുഖം തുറക്കുകയാണോ ഹാൻസ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നമ്മൾ അങ്ങനെ വേണം അനുമാനിക്കാനായിട്ട്. കാരണം 36-ാം ദിവസത്തിലേക്ക് ആശാപ്രവർത്തകരുടെ സമരം കടക്കുമ്പോഴാണ് ഇപ്പോൾ അംഗൻവാടി തൊഴിലാളികളും അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ സർക്കാരിനോട് അവർ 10 ആവശ്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തകരും അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരുങ്ങുന്നത്. ഇതിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്ന്, അവരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കുക, മിനിമം വേതനം 21,000 രൂപയായി ഉയർത്തുകയും അത് കൃത്യമായി നൽകുകയും ചെയ്യുക, കൂടാതെ ഉത്സവബത്തയായി 5,000 രൂപ നൽകുക, ESI ആനുകൂല്യങ്ങൾ അനുവദിക്കുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക എന്നീ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇത് പ്രധാനമായും ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് അസോസിയേഷൻ, എംപ്ലോയീസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ INTUC ഭാരവാഹിത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ INTUC നേതൃത്വം നൽകുന്ന ഈ സംഘടനയാണ് ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കാനൊരുങ്ങുന്നത്. രാവിലെ 12 മണിയോടുകൂടി സമരം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും സമരം ഉദ്ഘാടനം ചെയ്യുക. സേതുലക്ഷ്മി.